ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുർത്തീസ് എങ്ങനെയാണ് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് എന്നാണ്. ഞാനിവിടെ ലൈനിങ് ഫാബ്രിക്കും മെയിൻ ഫാബ്രിക്കും എടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ബാക്ക് പാറ്റേണും ഫ്രണ്ട് പാറ്റേണും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുർത്തി. അതുപോലെ തന്നെ ലൈനിങ്. നമുക്ക് ഇതിൻ്റെ ഒരു ഫാബ്രിക് മാത്രം എടുക്കാം. ബാക്ക് ഓർ ഫ്രണ്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ ലൈനിങ് ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ഫാബ്രിക് ഇതിൻ്റെ മേലെ വെച്ച് കൊടുക്കാം. കുറച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ലെങ്ത് കുറച്ചൊന്ന് ഫോൾഡ് ചെയ്യാം. നമുക്ക് ഇതിന് കണക്കായിട്ട് തന്നെ ലൈനിങ് ആവശ്യമില്ല. ഇതിനേക്കാൾ കുറച്ച് കുറവാണ് വേണ്ടത്. ഏകദേശം ഒരു 5 ഇഞ്ച് ഞാൻ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാം. നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ ലൈനിങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് മാറ്റി വെക്കാം. അതിനുശേഷം ഫ്രണ്ട് പീസ് നെക്ക് കട്ട് ചെയ്തെടുക്കാം. നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ നെക്ക് ലെങ്ത്തും മാർക്ക് ചെയ്യാം. സാധാരണ റൗണ്ട് നെക്ക് തന്നെ കൊടുക്കാം. നിങ്ങൾക്ക് ഏത് നെക്ക് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ബേസിക് ആയിട്ടുള്ള റൗണ്ട് നെക്ക് തന്നെയാണ് എല്ലാ കുർത്തിക്കും കൊടുക്കുന്നത്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കണം. സെയിം മെത്തേഡ് തന്നെ യൂസ് ചെയ്യാം. നമുക്ക് ഈ ഒരു ഫാബ്രിക് വെച്ചിട്ട് തന്നെ നമുക്ക് നെക്ക് കട്ട് ചെയ്തെടുക്കാം. ഏകദേശം ബാക്ക് നെക്ക് ഞാൻ കാണിച്ചു തരാം എത്ര എടുക്കുന്നുണ്ടെന്ന്. 3.5 ഇഞ്ച് ലെങ്ത്തിലാണ് ബാക്ക് നെക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് റൗണ്ട് ഷേപ്പ് തന്നെ കൊടുക്കാം. ഓക്കെ, ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യേണ്ടത് ഷോൾഡർ പാർട്ടാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രണ്ട് പീസും ബാക്ക് പീസും വെച്ച് കൊടുക്കാം.
ഓക്കെ, നമുക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം ഷോൾഡർ ടോപ്പായിട്ട്. അതിനുശേഷം ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള ലൈൻ വരഞ്ഞെടുക്കാം. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒരു കട്ടിങ്ങും കൂടി ആവശ്യമുണ്ട്, അതായത് ഫ്രണ്ട് ആം ഹോൾ. അതുകൂടി കട്ട് ചെയ്തെടുക്കാം. ഒരു ഡീപ്പായിട്ടുള്ളൊരു കേർവ് വരഞ്ഞു കൊടുക്കാം. നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ഞാൻ മുന്നത്തെ പല വീഡിയോസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നില്ല. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ പീസസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വരണം. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യണം. ഇപ്പോൾ ആം ഹോളും കട്ട് ചെയ്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതെൻ്റെ റൈറ്റ് സൈഡാണ്. അത് നമുക്ക് റോങ് സൈഡിലേക്ക് മാറ്റാം. അപ്പം നമുക്ക് ഫേസ് ടു ഫേസ് ആയിട്ടുള്ളത് റോങ് സൈഡാണ്. ഇവിടെയാണ് റൈറ്റ് സൈഡ്. നമുക്ക് സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ, നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അധികം വലിച്ചു പിടിക്കാൻ പാടില്ല. ഫ്രീ ആയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. വലിച്ചു പിടിക്കുമ്പോൾ ചുളിവ് വരാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്കിത് ഫോൾഡ് ചെയ്യാനായിട്ട് ചെറിയ ചെറിയ നോച്ചസ് ഇട്ട് കൊടുക്കാം. നൂല് കട്ട് ചെയ്ത് പോകാൻ പാടില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റിച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് പൈപ്പിംഗ് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്രീം കളർ ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ക്രോസ് പീസാണിത്. ഇതിൻ്റെ വിഡ്ത്ത് 1.5 ഇഞ്ചാണ്. നമുക്കിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇത് റൈറ്റ് സൈഡാണ്. റൈറ്റ് സൈഡിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കണം. നമുക്ക് ആദ്യം 1 ഫോൾഡ് ചെയ്ത് ഇതിൻ്റെ അറ്റം ഒന്ന് അടിച്ചു കൊടുക്കാം.
സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല പൈപ്പിംഗ് നെക്ക് ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡേഴ്സ് തമ്മിൽ കൂട്ടിയടിക്കണം. പീസ് വെച്ച് കൊടുക്കാം. നല്ല വശം മുഖാമുഖം വരുന്ന രീതിയിൽ വേണം വെച്ചു കൊടുക്കാൻ. ഇനി നമുക്കിത് ലൈനിങ്ങിനെ ഒന്ന് വിടർത്തിയെടുക്കാം. അതിനുശേഷം ഷോൾഡർ വെച്ചിട്ട് ഇതിനെ ക്ലോസ് ആക്കി എടുക്കാം. നമ്മുടെ ലൈനിങ്ങിൻ്റെ വശം ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഇത് ഇൻവിസിബിൾ ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ മെയിൻ ഫ്രണ്ട് പീസാണിത്. ഇത് ലൈനിങ്ങിൻ്റെയും ബാക്ക് പീസിൻ്റെ മെയിൻ പീസിൻ്റെയും ഇടയിലായിട്ട് വരും. ഇങ്ങനെ വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഷോൾഡർ സ്റ്റാർട്ട് ചെയ്യാം. ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലൈനിങ് പീസും മെയിൻ പീസും കൂടിയിട്ട് കൂട്ടി അടിക്കണം. അതിന് മുന്നേ നമുക്ക് ലൈനിങ് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം. ലൈനിങ്ങിൻ്റെ അറ്റം അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൂട്ടി അടിക്കാം. ഷോൾഡർ സൈഡിൽ തന്നെ തുടങ്ങാം. അറ്റത്തുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് അറ്റത്തൂടെ ഇതൊന്ന് ഹോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ തുണി കിട്ടും. ലൈനിങ് അവസാനിക്കുന്ന അവിടം വരെ മതി നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിങ്ങനെ 4 സൈഡ്സും ചെയ്തെടുക്കണം. സ്ലീവ്സ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം.
ഞാൻ സൈഡ്സ് കൂട്ടി അടിച്ചിട്ടുണ്ട്. ഇനി സൈഡ് ഓപ്പൺ ആണ് അടിക്കുന്നത്. റിപ്പീറ്റഡ് വീഡിയോ ആണ്, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ വീഡിയോ കാണിക്കാത്തത്, ലെങ്തി വീഡിയോ ആയി പോവും. അപ്പോൾ നിങ്ങൾക്ക് മുന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. ലൈനിങ് കുർത്തി റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല, ചില പോർഷൻസ് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ സിമ്പിൾ കുർത്തി മേക്കിംഗ് വീഡിയോ കണ്ടാൽ മതി, അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ബാക്കി എല്ലാ ലൈനിങ് വെക്കുന്ന എല്ലാ പോർഷൻസും ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.